السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരിയെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, വിശദീകരണം നൽകുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. തെറ്റുകളെല്ലാം അള്ളാഹു അഫൂ ചെയ്ത് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നു, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ, നസാറാക്കളും യഹൂദി വർഗവും നിങ്ങളെ തൃപ്തിപ്പെടുകയില്ല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലത്തുഹും, ദീനഹും, അവരുടെ ദീനിനെ നിങ്ങൾ പിൻപറ്റുന്നത് വരെ. യഹൂദന്മാരും നസാറാക്കളും നിങ്ങളെ തൃപ്തിപ്പെടുകയില്ല, അവരാശയം ഉൾക്കൊള്ളുന്നത് വരെ, അവരുടെ ദീന്. എന്നാൽ ഖുൽ ഇന്ന ഹുദല്ലാഹി, നബിയെ നിങ്ങൾ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അള്ളാഹുവിൻ്റെ സന്മാർഗം അതാണ് യഥാർത്ഥം, അഥവാ അൽ ഇസ്ലാം, ഇസ്ലാം എന്നതാണ് ഹുവൽ ഹുദാ, അതാണ് സന്മാർഗം. വമാ അദ്ദഹു ളലാലുൻ, അതല്ലാത്തതൊക്കെ ളലാലിയത്താണ്, വഴികേടിത്തരമാണ്. ഇർജുവായ പാത മുസ്ലിമായിരിക്കുക, ഇസ്ലാമതം സ്വീകരിക്കുക, ഏകദൈവമായ വിശ്വാസം അള്ളാഹുവിൽ അർപ്പിക്കുക, അതാണ് ഇസ്ലാം എന്നതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. വലഇൻ ഇത്തബഅത അഹ്വാഅഹും ഐ അല്ലതീ യദ്ഊനക ഇലൈഹാ, നിങ്ങളെ ക്ഷണിക്കുന്ന അവരുടെ മില്ലത്തിലേക്ക് അവരുടെ ഇഷ്ടപ്രകാരം ക്ഷണിക്കുന്നതുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ പോയാൽ, ഫർളൻ സങ്കല്പാട്ടാണ് പറയുന്നത്, ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി അൽ വഹയി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വഹയി, ദിവ്യ സന്ദേശം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഹ്വാകൾ, അവരുടെ മനസ്സുകൾ അവരോട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പിൻപറ്റിയാൽ, മാ ലക മിനല്ലാഹി മിൻ വലിയ്യ്, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വലിയും ഉണ്ടാവില്ല. യഹ്ഫദുക, നിങ്ങളെ സൂക്ഷിക്കുന്ന, കാത്തു രക്ഷിക്കുന്ന ഒരാളും, വലാ നസീർ, ഒരു സഹായിയും ഉണ്ടാവുകയില്ല. യംനഉക മിൻഹു, അതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന, നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. സാങ്കല്പികമായി മുത്തുനബിയോട് പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകില്ലല്ലോ. അള്ളാഹുവിൻ്റെ ചര്യ അനുസരിച്ച്, അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ചല്ലേ പ്രവാചകന്മാർ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ആരും തന്നെ നിങ്ങൾക്ക് സഹായിയായിട്ടോ, മാ ലക മിനല്ലാഹി മിൻ വലിയ്യ്, നിങ്ങളെ യഹ്ഫദുക, നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന, ഹിഫ്ള് ചെയ്യുന്ന ആരും ഉണ്ടാവുകയില്ല. വലാ നസീർ യംനഉക മിൻഹു, അതിൽ നിന്ന് നിങ്ങൾ തടയുന്നവരും ഉണ്ടാവില്ല. പക്ഷേ അത് യഥാർത്ഥമായിരിക്കുന്ന ചര്യ, ഹിദായത്തിൻ്റെ ചര്യ, നല്ല സന്മാർഗത്തിൻ്റെ ചര്യ, അത് ഇസ്ലാമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു വഹയി മുഖേന അറിയിക്കുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ അവിടുത്തെ സമുദായമായ നമുക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഭൗതിക ജീവിതത്തിൽ മുസ്ലിമായ ഉമ്മ, മുസ്ലിമായ വാപ്പയിൽ നിന്നും ജനിച്ച് പിറന്നവർ, വളർന്നു, വിദ്യാഭ്യാസമൊക്കെ നേടി, വിവേകം വന്നു, വകതിരിവ് വന്നു,
അപ്പോഴത്തേന് അവരുടെ നിഗമനം അനുസരിച്ച് കൊണ്ട് ഈ വക പരിപാടികളിലേക്ക് പോകുന്നവർക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കണക്കൂട്ടേണ്ടത്. കാലഘട്ടം അങ്ങനെയാണ്. ചിലരൊക്കെ പോകുന്നത് ഒരു പെണ്ണിന് വേണ്ടിയായിരിക്കും, ചിലരൊക്കെ പോകുന്നത് ഒരു സമ്പത്തിന് വേണ്ടിയായിരിക്കും. ജനിച്ച് വളർന്ന് പഠിച്ച് വിദ്യാഭ്യാസം കിട്ടി അങ്ങനെയൊക്കെ പഠിച്ചു വന്ന ദീൻ മതം വിട്ടെറിഞ്ഞുകൊണ്ട് ചിലർ പോകുന്നത് ഒരു പെണ്ണിന് വേണ്ടിയായിരിക്കും, മറ്റു ചിലർ പോകുന്നത് ഒരു പുരുഷന് വേണ്ടിയായിരിക്കും. അഥവാ ഭൗതിക ജീവിതത്തിൻ്റെ സുഖം കണ്ടെത്തിക്കൊണ്ട് ദീനിനെ കൈയഴിഞ്ഞാലും വേണ്ടില്ല, ദീൻ പോയാലും വേണ്ടില്ല, എനിക്ക് അവൻ മതി, എനിക്ക് അല്ലെങ്കിൽ അവൾ മതി. അവിടെ ജാതിയും മതവും ഒന്നും പരിഗണനയിലല്ല, മുസ്ലിം ആവണമെന്നൊന്നുമല്ല, ഏത് രീതിയിൽ ജീവിക്കണമെന്നുമില്ല. ഇന്നലെ വരെ ജീവിച്ച തൗഹീദിന്റെ പാത വലിച്ചെറിഞ്ഞുകൊണ്ട് ആണുങ്ങൾക്ക് വേണ്ടി പോകുന്ന പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് വേണ്ടി പോകുന്ന ആണുങ്ങളും, അത് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി, ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി, ഉണർത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞതാണ്. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലത്തുഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. അതുപോലെ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ് മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ആരും ഉണ്ടാവൂല നാളെ ആഖിറത്തിൽ കുഫാറുകളോടൊപ്പം അവിശ്വാസികളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഭൗതിക ലോകത്ത് വെച്ച് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ഇസ്ലാമിനെടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് ആ എന്തോ വലിയ കാര്യമായ ഒരു സ്നേഹം എന്നിലേക്ക് അർപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദീൻ വലിച്ചെറിഞ്ഞു കൊണ്ടുപോകുന്നവർ, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ ജീവിതം ഭൗതികമായ ഭൂമിയിലും നാളെ ആഖിറത്തിലും വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതിനെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നബിയോട് ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. الذين آتيناهم الكتاب, കിതാബിന് നൽകപ്പെട്ട വിഭാഗമുണ്ടല്ലോ, നാം നൽകിയ ആൾക്കാർ കിതാബുകൾ. യത്ലൂനഹു ഹഖ തിലാവത്തിഹി അയ് യഖറഊനഹു കമാ ഉൻസില, അവരിലേക്ക് ഇറക്കപ്പെട്ടതുപോലെ അവരതിനെ പാരായണം ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഉലൈക യുമിനൂന ബിഹി, അതിനെ കൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇറക്കപ്പെട്ട ഗ്രന്ഥം എന്താണോ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, അതിൻ്റെ അർത്ഥം അനുസരിച്ചുകൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വമൻ യക്ഫുറു ബിഹി, ആ കിതാബ് കൊണ്ട് മുഅ്മിനായതിനു ശേഷം ആരെങ്കിലും അവിശ്വസിച്ചാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടപ്പെട്ടവരാകുന്നു കേട്ടോ. ലിമസീരിഹിം ഇലന്നാരി, എന്താ നഷ്ടപ്പെട്ടവരാണെന്ന് പറയാൻ കാരണം അവരുടെ വാസസ്ഥലം, അവർ ചെന്ന് ചേരുന്ന സ്ഥലം നരകമാണ്. വഉലൈക ഹുമുൽ ഖാസിറൂൻ ലിമസീരിഹിം ഇലന്നാർ, നരകത്തിലേക്ക് അവർ ചെന്ന് ചേരുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, അത് മനസ്സിലാക്കി, മദ്രസകളിൽ പഠിച്ചു, ദീനീ നിയമങ്ങൾ മദ്രസകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും പഠിച്ചു. ഏകദൈവം അള്ളാഹു മാത്രമേ ഉള്ളൂ, ആരാധനയ്ക്കർഹൻ, അവരുടെ പ്രവാചകനാണ് മുഹമ്മദ് നബി, അതുപോലെ ഒരുപാട് പ്രവാചകന്മാരുണ്ട്, സത്യമതമാണ് ഇസ്ലാം എന്നൊക്കെ പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്തു? അവർ അവിശ്വാസം ഉൾക്കൊണ്ടു. അന്യമതസ്ഥർ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി ആ മതം സ്വീകരിക്കുകയും ആ രീതിയിലേക്ക് അവർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരാണ് കേട്ടോ. കാരണം അവരുടെ വാസസ്ഥലം എവിടെയാണ്? നരകമാണ്. ആ നരകീയമായിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല, ആർക്കും സാധിക്കുകയില്ല. മനസ്സിലായോ? അപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ തത്വങ്ങൾ സ്വീകരിക്കുകയും
അങ്ങനെ വിശ്വസിച്ചു, അതിനെ സംബന്ധിച്ച് പഠിച്ചു, ഉൾക്കൊണ്ടു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്തായി? ഏതോ ഒരുത്തന് വേണ്ടി, അതല്ലെങ്കിൽ ഏതോ ഒരാൾക്ക് വേണ്ടി ആ ദീനിനെ കൈയൊഴിഞ്ഞു. ദീനിനെ കൈയൊഴിഞ്ഞുകൊണ്ട് അവർ പോയി. ദീനിനെ കൈയൊഴിഞ്ഞുകൊണ്ട് പോയി. എന്തോ ഒരു കിട്ടാത്ത ഒരു സാധനമാണത്, എന്തോ ഒരു വിലപിടിപ്പുള്ള സാധനമാണ് അവൻ അല്ലെങ്കിൽ അവൾ, അത് മതം പോയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് പോയവർക്കൊക്കെ നാളെ ചെന്ന് പതിക്കുന്നത് നരകീയമായിരിക്കുന്ന കുണ്ടിലേക്കായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ദീൻ വിട്ടു പോകുന്നവർ കുറെ ഉണ്ട് ഇക്കാലത്ത്, മനസ്സിലായ? അങ്ങനെയുള്ളവർക്ക് നാളത്തെ വാസസ്ഥലം നരകീയമായ കൊണ്ടാണ്. അവിടെ ആരും സഹായിക്കാണ്ട്, അവർ ഉമ്മായും ബാപ്പായും ബന്ധുക്കളും കൂട്ടുകാരും ആരും ഉണ്ടാവുകയില്ല എന്ന് അത്തരക്കാര് മനസ്സിലാക്കിക്കൊള്ളട്ടെ. യൂതരും ക്രിസ്ത്യരും സ്വീകരിച്ചിടുന്ന മാർഗേണ സഞ്ചരിച്ചിടാതൊരിക്കലും നിന്നോട് സൗഹൃദം ചേർക്കില്ല യജ്ഞനം, വയ്യല്ല നിന്യനായി മുദ്രണം ചെയ്തിടും. അള്ളാഹു നൽകുന്ന മാർഗോപദേശങ്ങളല്ലാതെ മറ്റില്ല സത്യമെന്നോദണം. ജ്ഞാനപ്രകാശം ലഭിച്ചോരനന്തരം സ്വാർത്ഥരാം മർത്യർക്ക് കൂട്ടായി നിൽക്കുകയിൽ അള്ളാഹു നൽകും സഹായവും രക്ഷയും പിൻവലിച്ചിടുമെന്നുള്ളത്തിലോർക്കണം. വേദങ്ങൾ സ്വീകരിച്ചെത്രയും സൂക്ഷ്മമായി പാരായണം ചെയ്തു ധ്യാനിച്ചിരിപ്പവൻ ദിവ്യമാമി ഖുർആനേകുന്ന നർക്കമാം തത്വങ്ങളൊക്കെയും സത്യമെന്നോർത്തിടും. സത്യപ്രമാണം നിരാകരിച്ചിടുകിൽ ജന്മസാഫല്യം വരുത്തുകിൽ ഈശ്വരൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി കൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിഴവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാകട്ടെ. നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ പരമ്പരകൾക്കും ഹിദായത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമികമായി ജീവിച്ചുകൊണ്ട് മുസ്ലിമായിക്കൊണ്ട് ഈ ലോകത്ത് വിട പറയാൻ, മരണസമയം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇവിടുന്ന് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണത്തിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമു കൂർമ്മ ബുദ്ധിയും കൊടുത്ത് നല്ല മക്കളായിട്ട് അള്ളാഹു വളർത്തട്ടെ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും വാഹന അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. മരണം വരെയും അള്ളാഹുവിന് നമുക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ആരോഗ്യം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹലാലായ സമ്പത്ത് നൽകി നമ്മുടെ ജീവിതത്തെ അള്ളാഹു ഖൈറിലാക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.